ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കണ ഖത്താറിലെ അതിന്റെ പാർക്ക് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളല്ലോ. അതിന്റെ മോർണിംഗ് വീഡിയോ ഗിഫ്റ്റിന്റെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനുള്ളിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതിനുള്ളിൽ കയറിയിട്ട് നമുക്ക് കാണാം. ഇതൊരു പാർക്കാണ്. ആ പാർക്കിൽ ഞാൻ കേറിയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും കാണാത്തവർ പോയിട്ട് കാണണം. ഞങ്ങൾ ഇതിന് ഗിഫ്റ്റിന്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ഈ ഖത്തറയൊക്കെ ഉള്ളവര് ഇതിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണ്ടാ. നിങ്ങൾ അതിനുള്ളിൽ പോയിട്ട് എന്തൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണ്ടാ. ഞാൻ കുറെ രണ്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് ഇഷല്, അവളെ വീടിന് തൊട്ടടുത്താണ് ഈ പാർക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗായ്സ്. ചോദിച്ചക്ക് ഇന്ന് ചെറുതായിട്ടൊരു വാശിയുണ്ട്, അതുകൊണ്ട് പലിക്ക് എടുത്ത് നടക്കും. ചോദിച്ചക്ക് എപ്പോഴും അങ്ങനെ തന്നെ, ഇടക്കിടക്ക് ചിലപ്പോ നല്ല വാശിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ അതിന്റെ ഫ്രണ്ടിലെത്തി ഗൈസ്. 2 റോബോട്ട് നിക്കണ കണ്ടാ. ചോദിച്ചു അതിനെ കണ്ടിട്ട് പേടിച്ചിരിക്കണ്. അതിന്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പോലും കൂട്ടാക്കണേ. കുറെ ആൾക്കാരെ ക്യൂ നിക്കണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ഇതൊരു ഒലി കുട്ടികൾക്ക് കളിക്കണ പ്ലേ ഏരിയ ആണ്. അതിന്റെ ഉള്ളിലൊക്കെ മേലൊക്കെ നല്ല രസാണ്. കുട്ടികളൊക്കെ മേലൊക്കെ നോക്കണ എന്ത് വെച്ചാൽ അത്ര ഹൈറ്റ് ഉണ്ട് ആ റോബോട്ടിന്. അങ്ങനെ ഞങ്ങൾ അതിനുള്ളിൽ കയറട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ അതിനുള്ളിൽ കയറിയപ്പോ ഞങ്ങൾ ഇതാണ് കണ്ടത്. നല്ല രസമുണ്ട് അവിടെ കാണാന്. അതിനുള്ളിൽ വെറൈറ്റി ക്യാൻഡീസ് ആണ്. കുറെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് അത് എടുത്തിട്ട് ഗിഫ്റ്റ് ഒക്കെ ഫ്രണ്ട്സിന് കൊടുക്കാം. അവിടെ കുറെ അയൺമാൻ ഉണ്ട്, ബ്ലാക്ക് മാൻ ഉണ്ട്, സൂപ്പർമാൻ ഉണ്ട്, ഹൾക്കുണ്ട്, പിന്നെ കുറെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ നോക്ക നിങ്ങൾ, നല്ല വലുപ്പുണ്ട് കേട്ടോ ഇതിന് കാണാന്. ബാറ്റ്മാന്, സൂപ്പർമാനും അടുത്തടുത്ത് നിൽക്കുന്ന ആന്റിമാൻ ഉണ്ട് ട്ടാ. നിങ്ങൾക്ക് ഇതിലേതാ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അതിന്റെ പേര് കമന്റ് ചെയ്യണം കേട്ടാ. നല്ല രസമല്ലേ ഇത് കാണാൻ ഗൈസ്. ഞാൻ ഇതുവരെ കാണാത്ത കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ സൂക്ഷിച്ചിട്ട് കുറെ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ നോക്കണ്ടാന്ന്, ഏതാണ് അതേതാണ്. പിന്നെ ഞങ്ങള് ചെറുതായിട്ടൊന്ന് നടന്നു പോകുമ്പോള് ഒരാളെ ഷിപ്പ് പൊട്ടിപ്പോയി. ടോയ്സ് ഒക്കെ വാങ്ങിക്കാൻ വന്നവരൊക്കെ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കണ്ടാ. ഞങ്ങളെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാരും വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണ്ട. സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഖത്തറിയത്ത് കുറെ സാധനങ്ങൾ കാണാലോ. ഇത് അതിന്റെ ബാക്ക് സൈഡ് ആട്ടാ. ഞങ്ങൾ ഇനി പോണത് 3D എക്സിബിഷൻ കാണാനാട്ടോ. അപ്പൊ ചോദിച്ചെന്താ ചെയ്ത് വായോ 3D എക്സിബിഷൻ ഞങ്ങൾക്ക് എവിടെയെന്ന് അറിവുണ്ടാകുന്നില്ല. അതോ ഞങ്ങൾ എങ്ങനെയോ തെരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോയിക്കുന്നു. ഞാൻ ഇതിന് വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വലുതാണ്, ഇത് ചെറുതാണ്. അപ്പൊ അതെന്തായാലും എല്ലാരും കാണട്ടോ. ഇത് അതിന്റെ ഒരു ചെറിയ ഭാഗം കേട്ടോ. മറ്റേത് എന്തായാലും എല്ലാരും കണ്ടോ. കാണാത്തവരാണെങ്കിൽ എന്തായാലും കാണട്ടോ. ചോദിച്ചാണെങ്കിൽ നല്ല പേടി ഉണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ചെയ്ത് ചോദിച്ചോ, ബാപ്പ തിന്നില്ലെങ്കിൽ ഞങ്ങള് ഇങ്ങോട്ട് വന്നിട്ട് നീ ഇവിടെ ഇട്ട് പോട്ടാന്ന് പറഞ്ഞു. ചോദിച്ചൊക്കെ ചില സ്ക്രീനൊന്നും കാണുമ്പോ കുഴപ്പമില്ല, ചില സ്ക്രീൻ കാണുമ്പോ ചിലപ്പോ പേടി ഉണ്ടാവും. ചോദിച്ചൊക്കെ ചിലവരും കുറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ചില ആൾക്കാരൊക്കെ എന്താ ചെയ്യാ, താഴെ നിന്ന് നല്ല രീതിയിൽ കളിക്കണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ എന്താ ചെയ്യാ, ആക്ഷനൊക്കെ കാണിക്കണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളിൽ കയറി ഇതൊക്കെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഫ്രീ എൻട്രി കേട്ടോ, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇതിനുള്ളിൽ കയറാൻ പറ്റും. പോവാത്തവരൊക്കെ എന്തായാലും പോയിട്ട് കാണട്ടാ. അങ്ങനെ ഞങ്ങൾ അത് കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. ഇനി ഞങ്ങൾ എന്താ ചെയ്യാ, ബീച്ച് സൈഡിക്ക് പോയിട്ടോ. ചോദിച്ചു ഇതുവരും ഓട്ടോറിക്ഷ കാണാൻ വേണ്ടിട്ട് കരയും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തെന്നറിയാം, ഇത് ഖത്തറിത്തെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു അങ്ങോട്ട് വിട്ടു. ഇവിടെ ഒരു ബ്ലാക്ക് ബസ് വരെ ഉണ്ടാന്നിട്ടാ. അങ്ങനെ ഞങ്ങൾ പുറത്തു കൂടെ നടക്കണം, കുറെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഞാൻ അവിടെ നിന്നിട്ട് കുറെ റീൽസൊക്കെ എടുത്ത്, കുറെ ഫോട്ടോസൊക്കെ എടുത്ത്. അവിടെ കുറെ ഷോപ്പ് ഉണ്ടാന്നിട്ടാ. ഇതിന്റെ അപ്പുറത്താണ് ആ പാർക്ക്. വേറെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടാകുന്ന പാർക്ക്, ഖത്താറ പാർക്ക്. ഇവിടൊക്കെ കാണാൻ നല്ല രസല്ലേ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടായിട്ടോ. ഇവിടെ നിന്നാല് പ്ലെയിനൊക്കെ വലുതായിട്ട് കാണാട്ടോ. ആ മരത്തിലൊക്കെ നല്ല രീതിക്ക് ലൈറ്റ് ഒക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ രാത്രി കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതെന്തോ ഫുഡിന്റെ സ്ഥലേന്ന് തോന്നിട്ടാ. അവിടെ നല്ല രീതിക്ക് പെയിന്റിങ്സ് ഒക്കെ ഉണ്ട് ട്ടാ. ഒരു കുട്ടി ബോളൊക്കെ പിടിച്ചോട്ട് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങള് ഇതിന് മുമ്പത്തെ വീഡിയോ ലൈറ്റിന്റെ പടി കാണിച്ചതുണ്ടാന്ന്. അങ്ങോട്ടാണ് ഇപ്പൊ ഞങ്ങൾ പോണത്. ഞങ്ങൾ പോണ സമയത്ത് ബ്ലാക്ക് ബസ്സും പോണ്ടാന്നിട്ടാ.
ഞാനും പലിക്ക് എന്ത് ചെയ്യാ വേറെ സ്ഥലത്ത് പോയി തന്നിട്ടാ. ആ സമയത്ത് ഞാൻ ഇവരെ കണ്ട്, ഇവര് വേറെ സ്ഥലത്താണ്, ഇവരെ എങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ചെയ്ത് അങ്ങോട്ട് ഓടി വന്ന് ഞങ്ങൾ എന്ത് ചെയ്ത് പാട്ടീന്റെ അവിടേക്ക് പോയി. അന്ന് രാത്രി കാണുമ്പോ നല്ല രസം ഉണ്ടാന്നിട്ടാ. ഇന്ന് പകലാണിപ്പോ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടായിന്ന്. ഞങ്ങളാണെങ്കിൽ നടന്നു പോണ സമയത്തില്ലേ ഒരു മുള്ളു പോലത്തെ സാധനം കണ്ട്. ഞാന് കാണിച്ചു തരട്ടെ, കുറച്ച് നടക്കട്ടെ. ദാ സൈഡിൽ കാണുന്നതാണ് കത്താറ പാർക്ക്. അത് നല്ല വലുതാണ്, അവിടെ കുറെ നടക്കാണ്ട്. അതിന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോ നല്ല രസമാണ്. ഇവിടെ നല്ല രീതിക്ക് വെള്ളച്ചാട്ടം വരുന്നുണ്ട് ട്ടാ. ഇത് രാത്രി കാണാൻ നല്ല രസേട്ടാ, നല്ല രീതിക്ക് കളറൊക്കെ വരും. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ട് അവിടെ നിന്നപ്പോള് ഞങ്ങൾ രണ്ടുപേരും കുറെ നേരം അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോയിട്ടാ. ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ നിന്നിട്ട് നടന്ന് കുറെ നേരം നടന്നപ്പോ സ്റ്റെപ്പിന്റെ അടുത്തെത്തി. സ്റ്റെപ്പിന്റെ അവിടെ എത്തിയപ്പോ ഞാൻ എന്ത് ചെയ്ത് സ്റ്റെപ്പിന്റെ മേലെ കയറി കളിച്ച് കുറെ നേരം. പിന്നെ എന്ത് ചെയ്ത് കുറെ നേരം റെസ്റ്റ് എടുത്തു. ഞങ്ങൾ ആദ്യം നടന്നോണ്ട് ചൂച്ച എന്ത് ചെയ്ത് ഞങ്ങളെ പിന്നാലെ ഓടി വരണ്ടാന്നിട്ടാ. ആ ലൈറ്റ് കാണാൻ നല്ല രസം ഉണ്ടാന്നിട്ടാ. കുറെ ആൾക്കാർ വന്നിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. ഈ ചൂച്ചു കുറെ എന്നെ സൗണ്ടുകൾ ഉണ്ടാക്കണം, അതുകൊണ്ട് എനിക്ക് വോയിസ് വിടാൻ പറ്റണില്ല. അവിടെ എന്തിട്ടു താങ്ക് യു കത്തർന്ന് എഴുതി വെച്ചിട്ടുണ്ടാന്നിട്ട്. അവിടെ വെള്ളമൊക്കെ വീഴുണ്ടാന്നിട്ടാ ജഗ്ഗില്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് വേറെ സ്ഥലത്ത് പോവാനിട്ടാ. ഇപ്പൊ രാത്രി ആവനേ, ഞങ്ങൾ നേരത്തോടെ വന്നതാ രാവിലെ. ഞങ്ങളെല്ലാതും ചുറ്റി കറങ്ങി കണ്ടപ്പോ ലേറ്റ് ആയിട്ടാ. ഇവരിവിടെ എന്തുട്ടൊക്കെ വെച്ചിട്ട് എന്താണ്ടാ. ഇതെന്തുട്ടാന്ന് എനിക്ക് അറിയണില്ല ട്ടാ. നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ. ഞങ്ങളിപ്പോ ബീച്ച് സൈഡിലാട്ടാ. ഞങ്ങൾ നടന്ന് ഇങ്ങോട്ടേക്ക് എത്തി. നമുക്കിനി അതിനുള്ളിൽ കയറി നോക്കിയാലോ? ബാ, ഇവിടെ വന്ന് നല്ല രീതിക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ അതിനുള്ളിൽ കയറി. പിന്നെ ഞാനും പപ്പയും ചോദിച്ചും കൈ പിടിച്ച് വരുന്ന നേരത്ത് അവിടെ എന്താ സ്ക്രീനൊക്കെ ഉണ്ടാന്നിട്ടാ, വലിയ സ്ക്രീന്. അവിടെ കുറെ നടക്കണ്ട്. ഞാൻ കുറെ നേരം പപ്പന്റെ അടുത്ത് പറയുന്നുണ്ട് എടുക്കുന്ന്, എന്നാലും പറ്റണ്ടാ. എന്റെ കാല് കടഞ്ഞി. ഞങ്ങള് കുറച്ച് നടന്നപ്പോ രാത്രി അവനായി. കുറച്ച് നടന്നപ്പോഴാണ് ഞങ്ങൾ പെയിന്റിംഗ് ഒക്കെ കണ്ടത്. അത് കണ്ട് കുറെ നേരം അവിടെ നിന്ന് ഫോട്ടോ എടുത്ത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് അതിനുള്ളിൽ കയറി. ഞാൻ പറഞ്ഞില്ല കുറെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെന്ന്, അത് ഇവിടെ ഇട്ടു നല്ല രീതിക്ക്. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് എന്തിട്ടോ കുറച്ച് സാധനങ്ങൾ അവിടെ ഡോളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്ത അതിന്റെ പല്ലുമേയും കൈമേയും തൊടാ. എനിക്ക് നല്ല രീതിക്ക് ഹാപ്പി ആയി അതിന്റെ അടുത്ത്. പിന്നെ വേണ്ട അടുത്തൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തേന്. ഇതെന്താ ചെയ്യാൻ, നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൈ നമ്മളെ തോളത്ത് വെക്കണം, എന്നാലും നല്ല രസം ഉണ്ടാവും. എന്നിട്ട് നമുക്ക് അവിടെ നിന്നിട്ട് കുറെ ഫോട്ടോകളൊക്കെ എടുക്കാം. ഇതിന്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നല്ല ക്യൂ ആണ് ട്ടാ. ആദ്യം കണ്ടത് അകത്താണ്, പിന്നെ കണ്ടത് ഞാനും ചോദിച്ചാണെങ്കിൽ എന്ത് ചെയ്ത് അവിടെ പോയിട്ട് കിളിന്റെ അടുത്ത് നിന്നിട്ട് കുറെ ഫോട്ടോകളൊക്കെ എടുത്ത് സമയത്താണ് എന്താ ഉണ്ടായത്. ചൂച്ചാണെങ്കിൽ ഫോട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പുറത്തേക്ക് ചാടാൻ നോക്കണം ഗില്ല് പൊടിച്ചിട്ട്. എന്നിട്ട് അവിടുന്ന് ചൂച്ചുവിനെ പപ്പ എടുത്തിട്ട് അവിടുന്ന് കൊണ്ടേ. അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്ത് വീഡിയോ അവസാനിക്കാനായി. ഞങ്ങൾ എന്താ ചെയ്ത് കാറിന്റെ അടുത്ത് പോകാൻ പോവാണ്. എല്ലാരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.